ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിലെ അംഗീകൃത ലൈസൻസുള്ള റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ പുതുക്കിയ ലിസ്റ്റ് തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി. പുതുക്കിയ പട്ടിക പ്രകാരം 224 സ്ഥാപനങ്ങൾക്ക് മാത്രമേ റിക്രൂട്ട്മെന്റ് ലൈസൻസുള്ളൂ. രാജ്യത്തേക്കുള്ള റിക്രൂട്ട്മെന്റുകൾക്കായി അംഗീകൃത സ്ഥാപനങ്ങളെ മാത്രമേ ആശ്രയിക്കാവൂ എന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിനായി ലൈസൻസുള്ള ഓഫീസുകളുമായി ഇടപഴകേണ്ടതിന്റെ പ്രാധാന്യം ഖത്തർ തൊഴിൽ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത്തരം സ്ഥാപനങ്ങൾ വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നത് നിയമവിധേയമായിരിക്കുമെന്നും അതിലൂടെ തൊഴിലാളിയുടെയും തൊഴിൽ ദാതാവിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലൈസൻസ് ഇല്ലാത്തതും തട്ടിപ്പ് നടന്നതുമായ ഓഫീസുകളുടെ വഞ്ചനയിൽ ആരും വീഴരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ 9 പേരുടെ വധശിക്ഷ നടപ്പിലാക്കി. ദേശദ്രോഹം, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത്, കൊലപാതകം തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് പിടിയിലായ പ്രതികളെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കുക, തീവ്രവാദ സംഘടനകളിൽ ചേരുക, നിരവധി തീവ്രവാദ ഘടകങ്ങൾക്ക് മറയായി പ്രവർത്തിക്കുക, ധനസഹായം ചെയ്യുക എന്നീ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്ത 2 പൗരന്മാരെ വധിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ ടാക്സി ഗതാഗതം ഡിജിറ്റലായതോടെ ടാക്സി വാടകയിൽ വലിയ കുറവ് വന്നതായി റിപ്പോർട്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ടാക്സി സമ്പ്രദായത്തിനു പകരം മൊബൈൽ ആപ്പ് അധിഷ്ഠിത ക്യാബ് ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നതോടെയാണ് ഈ മാറ്റം. തുടക്കത്തിൽ വാഹന ഉടമകൾക്ക് റൈഡ് ഹൈലിംഗ് ആപ്പുകളോട് താൽപ്പര്യമില്ലായിരുന്നു എങ്കിലും ജനങ്ങൾ ഇതിലേക്ക് വലിയ തോതിൽ ആകൃഷ്ടരായതോടെ കൂടുതൽ വാഹന ഉടമകൾ ഈ മേഖലയിലേക്ക് കടന്നുവന്നതായും ഗതാഗത മന്ത്രാലയം അധികൃതർ സൂചിപ്പിച്ചു. ഗതാഗത മന്ത്രാലയത്തിന്റെയും കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെയും ശ്രമഫലമായാണ് ടാക്സി മേഖലയിൽ ഈ മാറ്റം സാധ്യമായത്. അടുത്ത കാലം വരെ തെരുവുകളിൽ നിന്നും ആളുകൾ നേരിട്ട് ടാക്സികളെ സമീപിക്കുന്ന സ്ട്രീറ്റ് ടാക്സികളായിരുന്നു യാത്രക്കാരുടെ ഏക ആശ്രയം. എന്നാൽ മന്ത്രാലയം മുൻകൈയെടുത്ത് ആപ്പ് അധിഷ്ഠിത ക്യാബ് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതോടെ വലിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ വരികയായിരുന്നു. 2025 പുതുവത്സരാഘോഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ദുബായ് ഇൻവെന്റ്സ് സെക്യൂരിറ്റി കമ്മിറ്റി പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഖലീൽ ഇബ്രാഹിം അൽ മൻസൂരി നേതൃത്വം നൽകി. കൂടാതെ 55 സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. സുരക്ഷാ നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനും തന്ത്രപ്രധാന പങ്കാളികളുമായി സഹകരിച്ച് പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും എമിറേറ്റിനെ നോർത്ത്, സെൻട്രൽ, വെസ്റ്റ്, മാരിടൈം എന്നിങ്ങനെ 4 പ്രവർത്തന മേഖലകളായി വിഭജിക്കും. കഴിഞ്ഞ വർഷം ഈ തന്ത്രം വലിയ വിജയമായതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത്തരമൊരു നടപടി. തൊഴിലാളികൾക്കായുള്ള പെർമനന്റ് കമ്മിറ്റിയുമായി ഏകോപിപ്പിച്ച് തൊഴിലാളികൾക്ക് ആഘോഷ പരിപാടികൾ കാണാനായി പ്രത്യേകം ഇടങ്ങളും സമിതി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സോണുകളിൽ വലിയ സ്ക്രീനുകളും ഭക്ഷണ സേവനങ്ങളും ഒരുക്കും. തൊഴിലാളികളെ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ സുരക്ഷിതമായും സൗകര്യപ്രദമായും ആസ്വദിക്കാൻ അനുവദിക്കുന്നതിനു വേണ്ടിയാണിതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം തിരക്കേറിയ ഇവന്റ് ലൊക്കേഷനുകളിലേക്ക് തൊഴിലാളികൾ പോകുന്നത് കുറയ്ക്കാനും ഇത് സഹായകമാകും. സാമൂഹിക മാധ്യമങ്ങളുടെ അധാർമികവും നിരുത്തരവാദപരവുമായ ഉപയോഗം നിയന്ത്രിക്കാൻ പുതിയ നിയമനിർമ്മാണം നടത്തണമെന്ന് ഖത്തർ ഷൂറ കൗൺസിൽ. സ്പീക്കർ ഹസൻ ബിൻ അബ്ദുള്ള അൽ ഖാനിമിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ നടന്ന ഷൂറ കൗൺസിൽ യോഗം ഇത് സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കാൻ തീരുമാനിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഖത്തർ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണെങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥകളും പൊതുരീതികളും ധാർമ്മികതയും എല്ലാവരും പാലിക്കണമെന്നും ദേശീയ പാരമ്പര്യങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും സ്പീക്കർ ഹസൻ ബിൻ അബ്ദുള്ള അൽ ഖാനിമി അറിയിച്ചു. എന്നാൽ പല സാമൂഹിക മാധ്യമ ഉള്ളടക്കങ്ങളും ഇതിന് വിപരീതമാണ്. ഉള്ളടക്കങ്ങളുടെ നിലവാരം ഉറപ്പാക്കുന്നതിന് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർമാർക്ക് ലൈസൻസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് ഖത്തർ ഷൂറ കൗൺസിൽ മന്ത്രിസഭയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചത്. വിദേശ സംസ്കാരങ്ങളുടെ കടന്നുകയറ്റം തടയുക, ദേശീയതയും ധാർമ്മികതയും ഉറപ്പാക്കുക, അനിയന്ത്രിതമായ പരസ്യങ്ങളുടെ വ്യാപനം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ലൈസൻസ് അനുവദിക്കണമെന്ന് ഷൂറ കൗൺസിൽ നിർദ്ദേശിച്ചു.
സാമൂഹിക മാധ്യമ ഉള്ളടക്കങ്ങൾ ദേശീയ സാമൂഹിക ഐക്യത്തിന് ഹാനികരമല്ലെന്നും വിദ്വേഷ പ്രസംഗങ്ങൾ, വിവേചനം, അക്രമം എന്നിവ ഒഴിവാക്കുകയും സാംസ്കാരിക പൈതൃകം, മൂല്യങ്ങൾ, ദേശീയ സ്വത്വം എന്നിവയെ മാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ സാമൂഹിക ഉത്തരവാദിത്തവും വിശ്വാസ്യത, ബൗദ്ധിക സ്വത്തവകാശം, സുതാര്യത, തെറ്റിദ്ധരിപ്പിക്കുന്നതും അശാസ്ത്രീയവുമായ വിവരങ്ങൾ ഒഴിവാക്കുക എന്നിവയും ഉൾക്കൊള്ളുന്ന പെരുമാറ്റച്ചട്ടത്തോടെയായിരിക്കും ലൈസൻസ് നൽകുന്നത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം വിദ്യാഭ്യാസ, സാംസ്കാരിക, കായിക, ഇൻഫർമേഷൻ കമ്മിറ്റി ചെയർമാൻ ഖാലിദ് ബിൻ അഹമ്മദ് അൽ ഉബൈദാനാണ് ഷൂറ കൗൺസിലിൽ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊടുവിലാണ് സാമൂഹിക മാധ്യമ ഉള്ളടക്കം നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശം ക്യാബിനറ്റിന് സമർപ്പിക്കാൻ ഷൂറ കൗൺസിൽ തീരുമാനിച്ചത്. സൗദി അറേബ്യയിൽ വ്യാജ ട്രേഡ് മാർക്കുകൾ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി അതോറിറ്റി കർശനമാക്കി. അതോറിറ്റി നടത്തിയ പരിശോധനയിൽ വിവിധ ഉൽപ്പന്നങ്ങളും പിടികൂടി. 5 ലക്ഷത്തോളം ട്രേഡ് മാർക്കുകളാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൗദി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അതോറിറ്റിയാണ് 2024 ആദ്യ പകുതിയിൽ 8.73 ലക്ഷം വ്യാജ വാണിജ്യ ചിഹ്നങ്ങൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇതിൽ 50% വാഹന ഉപകരണങ്ങൾ, 22% ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, 6% ക്ലീനിംഗ് മെറ്റീരിയലുകൾ എന്നിവ ഉൾപ്പെടുന്നു. 2 ലക്ഷത്തോളം വ്യാജ ടയറുകളാണ് പിടിച്ചെടുത്തത്. 47,634 ട്രേഡ് മാർക്കുകളും 7,234 പേറ്റന്റുകളും 1,935 ഡിസൈനുകളും 2,682 കോപ്പിറൈറ്റ് അപേക്ഷകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ സാങ്കേതിക സുരക്ഷയും ബോധവൽക്കരണ ക്യാമ്പയിനുകളും അതോറിറ്റി ശക്തമാക്കുകയാണ്. UAE സാമ്പത്തിക മന്ത്രാലയം അവശ്യവസ്തുക്കളുടെ വിലവർധനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. അരി, മുട്ട, പാചക എണ്ണ തുടങ്ങി 9 ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടാൻ ചില്ലറ വിൽപ്പനക്കാർ ഇനി മുതൽ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങണം. ജനുവരി 2 മുതൽ UAE വിലവർധനയ്ക്ക് നിയന്ത്രണം നിലവിൽ വരും. 6 മാസത്തെ ഇടവേളയ്ക്കിടയിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ പാടില്ല. മാത്രമല്ല, അരി, മുട്ട, പാചക എണ്ണ, പാലുൽപ്പന്നങ്ങൾ, പഞ്ചസാര, കോഴി, പയർവർഗ്ഗങ്ങൾ, ഗോതമ്പ്, റൊട്ടി തുടങ്ങിയ അടിസ്ഥാന വസ്തുക്കളുടെയൊന്നും വില അനുമതിയില്ലാതെ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. അവശ്യ വസ്തുക്കളുടെ വിതരണക്കാർ, ചില്ലറ വ്യാപാരികൾ, ഡിജിറ്റൽ വ്യാപാരികൾ തുടങ്ങിയവർക്കെല്ലാം പുതിയ ഉത്തരവ് ബാധകമാണ്. നിയമം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അധികൃതർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സുതാര്യത ഉറപ്പാക്കുന്നതിനായി റീറ്റെയിൽ സ്റ്റോറുകളിൽ വില പ്രദർശിപ്പിക്കണം. കൂടാതെ ശുചീകരണ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഏതൊരു ഉൽപ്പന്നത്തിന്റെയും വില വർദ്ധിപ്പിക്കണമെങ്കിലും സാമ്പത്തിക മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണെന്ന് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അഹമ്മദ് അൽ സാലിഹ് വ്യക്തമാക്കി. പുതിയ നയം UAE എല്ലാ എമിറേറ്റുകളിലും ബാധകമായിരിക്കും.